ഹായ് ഓൾ. ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയ ഓർഗാനിസമാണ് എൻട്രോബാക്ടീരിയസിയ ഫാമിലിയിൽ വരുന്ന ഷിജല്ല. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എൻട്രോബാക്ടീരിയസിയുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്തൊക്കെയായിരുന്നു ജനറൽ ആയിട്ട് കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നത് എൻട്രോബാക്ടീരിയസിയ? They are catalase positive, oxidase negative. They can reduce nitrate to nitrite, and if they are motile, only with the help of peritrachate flagella. ഓക്കെ, ഇത്രയായിരുന്നു. പിന്നെ അതിന്റെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഷുഗേഴ്സിന്റെ ഫെർമെന്റേഷൻ ചെയ്യുന്നുണ്ട് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് ആൻഡ് ഗ്യാസസ്. ഓക്കെ, ഇത്രയായിരുന്നു കോമൺ ആയിട്ട് വരുന്ന. ആൻഡ് ഓൾസോ ഗ്രാം നെഗറ്റീവ് ബാസിലൈ ആയിരിക്കും. ഇത്രയായിരുന്നു കോമൺ ആയിട്ട് വരുന്ന എൻട്രോബാക്ടീരിയസിയുടെ ഫാമിലീസ് എന്ന് പറയുന്നത്. ഫാമിലീസിന്റെ കാര്യങ്ങൾ ഇന്ന് നമുക്ക് അതിന്റെ അകത്ത് ഓരോന്നിനെ പറ്റി നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ഷിജല്ലന്റെ കാര്യങ്ങളെ പറ്റി നോക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ നിങ്ങൾ അമീബിക് ഡിസെൻട്രി പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അല്ലെ? ഈ അമീബിക് ഡിസെൻട്രി ആരെ കോസ് ചെയ്യുന്നുണ്ടായിരുന്നത്? എൻഡമീബ ഹിസ്റ്റോൾട്ടിക്ക ആണ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാസിലറി ഡിസെൻട്രി കോസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് ഏത്? ഷിജല്ല എന്ന് പറഞ്ഞ ഓർഗാനിസം. ഓക്കെ, ബാസിലറി ഡിസെൻട്രി ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ടത് ഏതാണ്? നമ്മുടെ ഷിജല്ല ആണ് ഫസ്റ്റ് ഓർക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. It is the most important pathogen able to causing bacillary dysentery. It was first introduced in 1896 in Japan. ഇത് ഫസ്റ്റ് കണ്ടുപിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്പാനിലുള്ള ഒരു കയോഷി ഷിഗ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഒരു എപ്പിഡമിക് ഡിസെൻട്രിയുടെ പേഷ്യന്റിന്റെ സ്റ്റൂളിൽ നിന്നാണ് ഇതിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജപ്പാനീസ് മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹം കണ്ടുപിടിച്ച ഷിജല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിജല്ല ഡിസെൻട്രിയ ടൈപ്പ് 1 ആയിരുന്നു. ദാറ്റ് ഈസ് ഷിജല്ല ഡിസെൻട്രിയ സീറോടൈപ്പ് 1 എന്നുള്ള രീതിയിലാണ് ഇതിനെ കണ്ടുപിടിച്ചത്. ഇതിന്റെ മെയിൻ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീക്കൽ ഓറൽ റൂട്ട് ആയിരുന്നു. ഫീക്കോ ഓറൽ ട്രാൻസ്മിഷൻ ആണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഓൺലി നാച്ചുറൽ റിസർവോയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി ഹ്യൂമൻസ് ആർ ദ നാച്ചുറൽ റിസർവോയർ ആണ്. വേറെ ഒരു സ്ഥലത്തും വേറെ റിസർവോയേഴ്സും ഇല്ല. ദെൻ ഇതിന്റെ മോർഫോളജി നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്മോൾ ഷോർട്ട് ഗ്രാം നെഗറ്റീവ് ബാസിലൈ ആയിരിക്കും. ഹാവിംഗ് സൈസ് അബൌട്ട് 0.5 to 0.5 into 1 to 3 മൈക്രോമീൻ സൈസ് ആയിരിക്കും. ഇറ്റ് ഈസ് നോൺ മോട്ടൈൽ, നോൺ സ്പോറിംഗ് ആൻഡ് നോൺ ക്യാപ്സുലേറ്റഡ് ആയിരിക്കും. ആൻഡ് ഫിംബ്രിയ പ്രസന്റ് ആയിരിക്കും. ഈ റൈറ്റ് സൈഡ് കാണപ്പെടുന്ന ഡയഗ്രത്തിൽ ഇവിടെ കാണുന്ന ഈ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ ചെറിയ അതാണ് നമ്മുടെ ഇതിന്റെ ഫിംബ്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോൺ മോട്ടൈൽ, നോൺ സ്പോറിംഗ് ആൻഡ് നോൺ ക്യാപ്സുലേറ്റഡ് ആയിരിക്കും. പക്ഷെ ചില സ്ട്രെയിൻസിൽ എന്ത് കാണുന്നുണ്ട്? ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻസും കണ്ടുവരുന്നുണ്ട്. ഓക്കെ, എന്നാൽ നമ്മൾ ജനറലി പറയുന്നത് നോൺ മോട്ടൈൽ, നോൺ സ്പോറിംഗ് ആൻഡ് നോൺ ക്യാപ്സുലേറ്റഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, നമ്മളിത് കൾച്ചർ നോക്കുന്ന സമയത്ത് എല്ലാ എൻട്രോബാക്ടീരിയസിനെ പോലെ ഇതെന്താണ് എയറോബിക് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് അനറോബിക്സ് ആയിരിക്കും. ഗ്രോത്ത് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 to 14 ഡിഗ്രി സെൽഷ്യസ്, ഒപ്റ്റിമം 37 ഡിഗ്രി സെൽഷ്യസ്, ഹാവിംഗ് എ pH ഓഫ് 7.4 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇതിന്റെ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് ന്യൂട്രിയന്റ് കാർഡിൽ നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും? സ്മോൾ അബൌട്ട് 2 millimeter ഡയമീറ്റർ ഉണ്ടാവത്തുള്ളൂ. സർക്കുലർ, കോൺവെക്സ്, സ്മൂത്ത് ആൻഡ് ട്രാൻസ്ലൂസന്റ് കോളനീസ് ആയിരിക്കും. ദാറ്റ് ഈസ് സർക്കുലർ, കോൺവെക്സ്, സ്മൂത്ത് ആൻഡ് ട്രാൻസ്ലൂസന്റ് കോളനീസ് ആയിരിക്കും ന്യൂട്രിയന്റ് അകാറിനകത്ത് ഉണ്ടാവുക. അതേസമയത്ത് മക്കോങ്കി അകാറിനകത്ത് നോക്കുമ്പോൾ എന്തായിരിക്കും? നോൺ ലാക്ടോസ് ഫെർമെന്റേസ് കോളനീസ് ആയിരിക്കും. പെയിൽ അല്ലെങ്കിൽ കളർലെസ് കോളനീസ് ആയിരിക്കും. അതായത് ഒരു നോൺ ലാക്ടോസ് ഫെർമെന്റേസ് കോളനീസ് ആയിരിക്കും വരിക. എക്സെപ്റ്റ് ഷിജല്ല സോണി. ഈ ഷിജല്ല സോണി എന്ന് പറഞ്ഞ ഓർഗാനിസം എന്തായിരിക്കും? ലേറ്റ് ലാക്ടോസ് ഫെർമെന്റേസ് ആയിരിക്കും. അതായത് പ്രൊലോങ്ഡ് ഇൻക്യുബേഷൻ, അതായത് ആഫ്റ്റർ ഓവർനൈറ്റ് ഇൻക്യുബേഷന് ശേഷം നമ്മൾ ഇൻക്യുബേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ദേ ബിക്കം ലാക്ടോസ് ഫെർമെന്റേസ് ആയിട്ട് മാറും. ഇതാണ് ഷിജല്ലയുടെ നമ്മുടെ മക്കോങ്കി അകാറിലുള്ള കോളനിയാണ് കാണപ്പെടുന്നത്. പിങ്ക് കളേർഡ് അല്ലെങ്കിൽ പെയിൽ കളറിൽ അല്ലെങ്കിൽ കളർലെസ് കോളനി എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ അതർ സെലക്ടീവ് മീഡിയാസ് ലൈക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെലക്ടീവ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DCA, ദാറ്റ് ഈസ് ഡിയോക്സിക്കോളേറ്റ് സിട്രേറ്റ് അഗർ, XLD, xylene lysine deoxycholate, then Salmonella, Shigella agar and H, that is Hecton and Enteric media. ഇത്രയാണ് ഇതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെലക്ടീവ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിനകത്ത് DCA, XLD, SS ഒക്കെ നമ്മൾ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടാണ് അല്ലെ? ഞാൻ ഇവിടെ പറയുന്നില്ല, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മീഡിയ ഒക്കെ നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ DCA നോക്കുന്ന സമയത്ത് ഇപ്പം DCAയിലും അതുപോലെ തന്നെ XLDയിലും ഇതിന്റെ കോളനി ക്യാരക്ടേഴ്സ് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് കളർഡ് കോളനീസ് ആയിരിക്കും. വിത്തൗട്ട് ബ്ലാക്ക് സെന്റേർഡ് കോളനീസ് ആയിരിക്കും. If it is Salmonella, they definitely produce black centered colonies due to the production of H2S. ഇവിടെ എന്തിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല? ഷിജല്ലയിൽ H2S ന്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും നമ്മുടെ ഇത് നോക്കുന്ന സമയത്ത്, ഇത് നമ്മുടെ XLD, DCA ഒക്കെ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? പെയിൽ അല്ലെങ്കിൽ റെഡ് കളേർഡ് കോളനീസ് ആയിരിക്കും കാണപ്പെടുക വിത്തൗട്ട് ബ്ലാക്ക് സെന്റേർഡ്സ്. ഓക്കെ, ഇത് ഇത് XLDയുടെ ഡയഗ്രാം ആണ്. XLD, DCA ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് വരുന്നത്. ദെൻ XLDയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിത്ത് ലെസ് ഇൻഹിബിറ്ററി ടു ഷിജല്ല ഡിസെൻട്രി ആൻഡ് ഷിജല്ല ഫ്ലെക്സിനറി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DCAയിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്? റെഡ് കോളനീസ് ആയിരിക്കും പ്രൊഡക്ഷൻ നടക്കുക. ഓക്കെ,
ദെൻ SS ലാണെങ്കിൽ സാൽമോണല്ല ഷിജല്ല അഗാറിലാണെങ്കിൽ എന്തായിരിക്കും ഒരു കളർലെസ് കോളനീസ് ആയിരിക്കും ഷിജല്ല പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി അതേ സമയത്ത് HE ദാറ്റ് ഈസ് ഹക്ടൺ ആൻഡ് എൻഡറിക് മീഡിയത്തിലാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്രീൻ കളേർഡ് കോളനീസ് ആയിരിക്കും എന്ത് കാണാൻ പറ്റുക ഷിജല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഒരു ഗ്രീൻ കളേർഡ് കോളനീസ് ആയിരിക്കും ഹക്ടൺ ആൻഡ് എൻഡറിക് മീഡിയത്തിൽ കാണുക, HE മീഡിയത്തിൽ കാണിക്കുന്നുണ്ടാവുക. ദെൻ ലിക്വിഡ് മീഡിയയിലാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എൻറിച്ച്മെന്റ് പർപ്പസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് സെലിനേറ്റ് എഫ് ബ്രോത്തും ഗ്രാം നെഗറ്റീവ് ബ്രോത്തും ഒക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ ടെട്രാതയനേറ്റ് ബ്രോത്തും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സെലിനേറ്റ് എഫ് ബ്രോത്തും ഗ്രാം നെഗറ്റീവ് ബ്രോത്തും ആണ്. ഈ സെലിനേറ്റ് എഫ് ബ്രോത്തിന്റെ അകത്തുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ട്, ഒരു സോഡിയം സെലിനേറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ സോഡിയം സെലിനേറ്റ് അതർ കോളിഫോം ബാസിലസിനെ എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും, എക്സെപ്റ്റ് സാൽമോണല്ല ആൻഡ് ഷിജല്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സ്റ്റൂളിനകത്ത് നമുക്കൊരു സാൽമോണല്ല ഷിജല്ല സസ്പെക്ട് ചെയ്യുന്ന കേസ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്തിലേക്ക് ഇട്ട് വെക്കണം, സെലിനേറ്റ് എഫ് ബ്രോത്തിന്റെ അകത്തേക്ക് ഇട്ട് വെക്കണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എൻറിച്ച്മെന്റ് മീഡിയ ആയിട്ടുള്ള ഗ്രാം നെഗറ്റീവ് ബ്രോത്തിന്റെ അകത്തേക്ക് ഇട്ട് വെക്കുക. വിത്തിൻ ഒരു അബൌട്ട് 4 to 6 hours ഇട്ട് വെക്കുക. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഗ്രാം നെഗറ്റീവ് ബ്രോത്ത് അല്ലെങ്കിൽ സെലിനേറ്റ് എഫ് ബ്രോത്തിന്റെ അകത്ത് ആഫ്റ്റർ 4 to 6 hours ശേഷം നമ്മൾ ഈ ഒരു സസ്പെൻഷൻ എടുത്തിട്ട് നമ്മൾ നേരെ എന്തിലേക്ക്, സെലക്റ്റീവ് മീഡിയ ആയിട്ടുള്ള XLD DCA XSA XE ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു മീഡിയത്തിലേക്ക് നമ്മൾ ഇനോക്കുലേഷൻ ചെയ്ത് വെച്ചിട്ട് നോക്കേണ്ടതാണ്. പിന്നെയാണ് ബയോകെമിക്കൽ റിയാക്ഷൻസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം എല്ലാ എൻട്രോബാക്ടീരിയസ് ഫാമിലീസും എന്തായിരുന്നു, കാറ്റലൈസ് പോസിറ്റീവ് ആൻഡ് ഓക്സിഡൈസ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ കാറ്റലൈസ് പോസിറ്റീവ് ആയിരിക്കും എക്സെപ്റ്റ് ഷിജല്ല ഡിസെൻട്രിയ ടൈപ്പ് 1, ദാറ്റ് ഈസ് അതെന്തായിരിക്കും, അത് കാറ്റലൈസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ അത് എന്തായിരിക്കും, MR പോസിറ്റീവ് ആയിരിക്കും, നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും, H2S പ്രൊഡക്ഷൻ ഉണ്ടാവത്തില്ല, അതുപോലെ തന്നെ KCN പ്രസൻസിൽ ഗ്രോത്തിന് ഇൻഹിബിറ്റ് ചെയ്തോളും. ഇതെന്തായിരിക്കും, സിട്രേറ്റ് നെഗറ്റീവ് ആയിരിക്കും, ഓക്സിഡൈസ് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഗ്ലൂക്കോസ് ഫെർമെന്റേഷൻ നടക്കുന്നുണ്ടാവും വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് ഓൺലി, വിത്തൗട്ട് ഗ്യാസ് ആയിരിക്കും. ആസിഡ് പ്രൊഡക്ഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാവത്തില്ല. പിന്നെ അതുപോലെ തന്നെ ലാക്ടോസും സുക്രോസിനും എന്ത് ചെയ്യുന്നില്ല, നോൺ ഫെർമെന്റഡ് ആയിരിക്കും എക്സെപ്റ്റ് ഷിജല്ല സോണി. ഈ ലാക്ടോസിനും സുക്രോസിനും ഷിജല്ല സോണി എന്ത് സംഭവിക്കും, പ്രൊലോങ്ഡ് ഇൻക്യുബേഷൻ ആണെങ്കിൽ അത് ഫെർമെന്റേഷൻ ചെയ്യും. ദാറ്റ് ഈസ് ലേറ്റ് ലാക്ടോസ് ഫെർമെന്റേസ് ആൻഡ് ലേറ്റ് സുക്രോസ് ഫെർമെന്റേസ് ആയിരിക്കും ഷിജല്ല സോണി എന്ന് പറഞ്ഞ ഓർഗാനിസം. പിന്നെ അതുപോലെ തന്നെ ഷിജല്ല എന്തിനെ ഫെർമെന്റ് ചെയ്യും, മാൻറ്റോളിനെ ഫെർമെന്റ് ചെയ്യും, ഫോമിംഗ് ആസിഡ് ബട്ട് നോ ഗ്യാസ് ആയിരിക്കും. അതായത് നമ്മൾ മാൻറ്റോൾ മോഡിൽ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മാൻറ്റോൾ ഫെർമെന്റേഷൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാൻറ്റോളിനെ ഫെർമെന്റ് ചെയ്യും. ഈ മാൻറ്റോൾ ഫെർമെന്റേഷൻ ടെസ്റ്റിന് വേറൊരു ഇമ്പോർട്ടന്റ് ഉണ്ട്. നമുക്ക് ഇതിനെ ഈ മാൻറ്റോൾ ബേസ്ഡ് ഓൺ മാൻറ്റോൾ ഫെർമെന്റിംഗ് പ്രോപ്പർട്ടി യു ക്യാൻ ക്ലാസിഫൈ ഷിജല്ല, ദാറ്റ് ഈസ് മാൻറ്റോൾ ഫെർമെന്റിംഗ് ഷിജല്ല ആൻഡ് മാൻറ്റോൾ നോൺ ഫെർമെന്റിംഗ് ഷിജല്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഷിജല്ലനെ ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈ ഷിജല്ല ഫ്ലക്സിനറി, ഷിജല്ല ബോയ്ഡി ആൻഡ് ഷിജല്ല സോണി എന്ന് പറഞ്ഞ ഈ 3 എണ്ണം എന്തിൽ വരുന്നതാണ്, മാൻറ്റോൾ ഫെർമെന്റിംഗ് ഗ്രൂപ്പ്സിൽ വരുന്നതും. അതുപോലെ തന്നെ ഷിജല്ല ഡിസെൻട്രിയ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നോൺ മാൻറ്റോൾ ഫെർമെന്റിംഗ് സ്പീഷീസിലാണ് വരുന്നത്. ഇതിന്റെ റെസിസ്റ്റൻസ് പാറ്റേൺസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇറ്റ് ക്യാൻ ബി കിൽഡ് അറ്റ് 56 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി 1% ഫീനോൾ ഫോർ 30 minutes യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കില്ല് ചെയ്തു. ദെൻ അതേ സമയത്ത് ഈ ഫീസസ് ഒക്കെ ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡൈ വിത്തിൻ ഫ്യൂ അവേഴ്സ്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്തിനെ ഇട്ട് വെക്കണം, ഈ ഒരു സ്റ്റൂൾ സാമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിനെ എന്തിലേക്ക് ഇട്ട് വെക്കണം എന്ന് പറയുന്നത്, എൻറിച്ച്മെന്റ് മീഡിയ ആയിട്ടുള്ള സെലിനേറ്റ് എഫ് ബ്രോത്തും അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബ്രോത്തിന്റെ അകത്തേക്ക് ഇട്ട് വെക്കണം എന്ന് പറയാൻ കാരണം എന്താണ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റൂളിന്റെ അകത്ത് വളരെ ചെറിയൊരു ഹവേഴ്സ് മാത്രമേ ഇത് വിസ്റ്റാൻഡ് ചെയ്യത്തുള്ളൂ. കുറെ ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഈ ഷിജല്ല ഡെത്ത് സംഭവിക്കും. അതിന് കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ സ്റ്റൂളിന്റെ അകത്ത് കുറെ നോർമൽ ഫ്ലോറാസ് ഉണ്ട് അല്ലെ. ഈ നോർമൽ ഫ്ലോറാസ് എന്തിനാ യൂസ് ചെയ്യും, ലാക്ടോസിനെ അതും ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആയിരിക്കും. ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തിനുണ്ടാവും, ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഈ ഒരു ആസിഡ് പ്രൊഡക്ഷൻ ഈ ഒരു ഷിജല്ലയുടെ ഗ്രോത്തിന് അങ്ങ് ഇൻഹിബിറ്റ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് they die within few hours in stool എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി അതേ സമയത്ത് നമ്മുടെ ഇത് മോയിസ്റ്റ് എൻവയോൺമെന്റിലാണെങ്കിൽ ഇത് കുറെ ദിവസങ്ങളാണ് വിസ്റ്റാൻഡ് ചെയ്യും. പക്ഷെ എപ്പോഴാണോ ആ ഒരു മോയിസ്റ്റ് കണ്ടീഷൻ മാറി അത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന സമയത്ത് ഇതിന്റെ കില്ലിംഗ് പെട്ടെന്ന് തന്നെ നടക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് വാട്ടറിന്റെ അകത്താണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഐസിലും വിത്തിൻ 1 to 6 months വരെ ഇത് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് നമ്മൾ നോർമലി പറയുന്നതാണ്. പക്ഷെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിജല്ല സോണി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേറ്റ് ലാക്ടോസ് ഫെർമെന്റേഴ്സ് എന്നുള്ള അല്ലെങ്കിൽ ലേറ്റ് സുക്രോസ് ഫെർമെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷിജല്ല സോണി. ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിനൊക്കെ എന്തുണ്ട്, കുറച്ചും കൂടി ഒരു റെസിസ്റ്റൻസ് നേച്ചേഴ്സ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഓർഗാനിസമാണ് ഷിജല്ല സോണി. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിന്റെ ആന്റിജനിക് സ്ട്രക്ചർ ആണ്. ഇതിന്റെ ആന്റിജനിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും ബാക്കിയുള്ള എല്ലാ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലും കാണപ്പെടുന്ന പോലെ തന്നെ LPS ദാറ്റ് ഈസ് ലിപ്പോപോളിസാക്കറൈഡ്സ് എന്തുണ്ട് ഇതിനും ഉണ്ടാവും, ഒരു ആന്റിജനിക് സ്ട്രക്ചർ കൊടുക്കും. ഈ LPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൽ ലൈസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് ലിബറേറ്റ് ചെയ്യുന്നുണ്ടാവുക.
ഈ LPS ആക്ട് ആസ് എൻ എൻഡോടോക്സിൻ. ബാക്കിയുള്ള എല്ലാ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്കും ഉള്ള പോലെ തന്നെ എന്താണ് ഇതിന്റെ അകത്തും എന്താണ് LPS ദാറ്റ് ഇസ് ലിപ്പോപോളിസാക്കറൈഡ്സ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു വിർലൻസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു എൻഡോടോക്സിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ എൻഡോടോക്സിൻ എന്ന് പറഞ്ഞിട്ട് എന്തായിട്ട് ആക്ട് ചെയ്യും, വിർലൻസ് ഫാക്ടേഴ്സിനുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഷിജല്ലയെ സംബന്ധിച്ച് LPS. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഷിജല്ലയ്ക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയും ആന്റിജൻ സ്ട്രക്ചർ സൊമാറ്റിക് O ആന്റിജൻ ഉണ്ട്, അതുപോലെ തന്നെ ക്യാപ്സുലർ K ആന്റിജൻ ഉണ്ട്. ക്യാപ്സുലർ K ആന്റിജൻ എല്ലാ ഓർഗാനിസിലും കാണപ്പെടുന്നില്ല, ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻസിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഓക്കെ, ഈ ക്യാപ്സുലേറ്റഡ് K ആന്റിജന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ത് സംഭവിക്കും, ഈ സൊമാറ്റിക് O ആന്റിജന ഇത് സൊമാറ്റിക് O ആന്റിജൻ ആണെന്ന് വിചാരിക്കും. ഈ സൊമാറ്റിക് O ആന്റിജൻ അങ്ങ് മാസ്ക് ചെയ്ത് കളയും ആര്, ക്യാപ്സുലർ K ആന്റിജൻ. ഓക്കെ, സൊമാറ്റിക് O ആന്റിജൻ ആരും ഒന്ന് മാസ്ക് ചെയ്യും, ഈ ക്യാപ്സുലർ K ആന്റിജൻ മാസ്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കത്തില്ല, നമ്മളെ O ആന്റിസർ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അഗ്ലൂട്ടിനേഷൻ നടക്കണം എന്നില്ല. കാരണം ഇതാണ്, അതായത് അഗ്ലൂട്ടിനേഷൻ നടക്കാത്ത എങ്ങനത്തെ സ്ട്രെയിൻസിനായിരിക്കും, നമ്മുടെ ക്യാപ്സുലർ K ആന്റിജൻ പ്രോസസ് ചെയ്യുന്ന ഷിജല്ലയ്ക്ക് ഒരിക്കലും നമ്മൾ O ആന്റിസർ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അഗ്ലൂട്ടിനേഷൻ കിട്ടത്തില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിന് ഫിംബ്രിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫിംബ്രിയ ആണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇതിന് ഫിംബ്രിയൽ F ആന്റിജനും കൂടി കണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ ഈ ഷിജല്ല സോണി എന്ന് വെച്ചാൽ ആന്റിജനിക്കലി ഹോമോജീനസ് ആയിരിക്കും, പക്ഷേ ഇത് എക്സിസ്റ്റ് ആസ് 2 ഫോംസ് ആണ്, ദാറ്റ് ഇസ് ഫേസ് 1 ആൻഡ് ഫേസ് 2 എന്നുള്ള രണ്ട് രീതിയിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫേസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൂത്ത് കോളനീസ് ആയിരിക്കും, അതേസമയത്ത് ഫേസ് 2 എന്ന് പറയുമ്പോൾ ലാർജ് ഫ്ലാറ്റ് ആൻഡ് ഇറഗുലർ കോളനീസ് ആയിരിക്കും കാണപ്പെടുക. ഇപ്പൊ നമ്മളൊരു കൾച്ചർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കൾച്ചറിനകത്ത് ചിലപ്പോൾ രണ്ടും കാണാൻ പറ്റും, അതായത് എ മിക്സ്ചർ ഓഫ് ഫേസ് 1ഉം ഫേസ് 2ഉം കാണാൻ പറ്റും. പക്ഷെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ തിയററ്റിക്കലി നമ്മൾ പറയുമ്പോൾ ഈ ഫേസ് 2 കൂടുതലായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൺവാലസന്റ് കേസസും അതുപോലെ തന്നെ കാരിയേഴ്സ് സ്റ്റേറ്റസിനാണ് കാണുന്നത്. എന്താ ഈ കൺവാലസന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൺവാലസന്റ് മീൻസ് ജസ്റ്റ് ആഫ്റ്റർ റിക്കവറി. ഇപ്പൊ റിക്കവറി ചെയ്ത പേഷ്യൻസിന്റെ സ്റ്റൂൾ സാമ്പിൾ നിന്നും പിന്നെ അതുപോലെ തന്നെ ഷിജല്ലയുടെ കാരിയർ ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റൂൾ സാമ്പിൾ നിന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ഷിജല്ല സോണിയുടെ ഫേസ് 2 കിട്ടിയിട്ടുള്ളത്. അതേസമയത്ത് പേഷ്യൻസിനാണ് കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ട് ഫേസ് 1 കണ്ടുവരുന്നത്. ദെൻ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയത് മെയിൻ ആയിട്ട് ബയോകെമിക്കലും പിന്നെ അതുപോലെ തന്നെ സിറോളജിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഷിജല്ലേനെ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഷിജല്ല ഡിസെൻട്രിയെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രൂപ്പ് എ, ദെൻ ഷിജല്ല ഫ്ലക്സിനറി, ഇറ്റ് ഈസ് ഗ്രൂപ്പ് ബി, ദെൻ ഷിജല്ല ബോവൈഡി, ഇറ്റ് ഈസ് ഗ്രൂപ്പ് സി, ആൻഡ് ഷിജല്ല സോൺ, ഇറ്റ് ഈസ് ഗ്രൂപ്പ് ഡി. ഈ ഷിജല്ല ഡിസെൻട്രി ആണ് നമ്മൾ ഫസ്റ്റ് ഷിഗ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ഷിജല്ല ഡിസെൻട്രിയെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രൂപ്പ് എ ഷിജല്ല എന്ന് പറയുന്നുണ്ട്. ഇതിനെ വീണ്ടും നമ്മൾ 12 സീറോ ടൈപ്സ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ മാനിറ്റോൾ നോൺ ഫെർമെന്റിംഗ് ഷിജല്ല ആയിരിക്കും. ഷിജല്ല ഡിസെൻട്രിയ ഇസ് എ മാനിറ്റോൾ നോൺ ഫെർമെന്റിംഗ് ഷിജല്ല ആയിരിക്കും. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ഷിജല്ല എന്തായിരിക്കും, മാനിറ്റോൾ ഫെർമെന്റിംഗ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 ഡിഫറെന്റ് സീറോ ടൈപ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇതിനകത്ത് സീറോ ടൈപ്പ് ഫസ്റ്റ് 1നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഷിഗാസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീറോ ടൈപ്പ് 1നെ നമ്മൾ ഷിഗാസ് ബാസിലസ് എന്ന് കൂടി പറയുന്നുണ്ട്. ഷിജല്ല ഡിസെൻട്രി ടൈപ്പ് 1നെ നമ്മൾ എന്തുകൂടി, ടൈപ്പ് 1ന്റെ സീറോ ടൈപ്പിനെ നമ്മൾ എന്തും കൂടി പറയുന്നുണ്ട്, ഷിഗാസ് ബാസിലസ് എന്ന് കൂടി പറയുന്നുണ്ട്. ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്, ഇത് ഏബിൾ ടു പ്രൊഡ്യൂസ് ഷിഗ ടോക്സിൻ ആൻഡ് ദേ ആർ കാറ്റലൈസ് നെഗറ്റീവും കൂടിയായിരിക്കും. കാറ്റലൈസ് നെഗറ്റീവ് ആയിരിക്കും, ഷിഗ ടോക്സിൻ ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും, മാനിറ്റോൾ നോൺ ഫെർമെന്റിംഗും ആയിരിക്കും. ദെൻ സീറോ ടൈപ്പ് 2 എന്നതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡോൾ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ അത് സോർബിറ്റോളിനെയും റാംനോസിനെയും ഫെർമെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സീറോ ടൈപ്പ് 2 ഈസ് ഇൻഡോൾ പോസിറ്റീവ്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇൻഡോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ്, ഒന്ന് ഈക്കോളെ പഠിച്ചു, ദെൻ പിന്നെ ഏതാ പഠിച്ചത്, പ്രോട്ടിയസ് വൾഗാരിസ് പഠിച്ചു, പിന്നെ ഇത്രയാണ്, പിന്നെ ഷിജല്ല ഡിസെൻട്രിയെ സീറോ ടൈപ്പ് 2 ഇത്രയാണ് കോമൺ ആയിട്ട് വരുന്നത് ഹ്യൂമൻ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ലെസ് ആയിട്ടുള്ള നമ്മൾ എൻട്രോബാക്ടീരിയസ് ഫസ്റ്റിന്റെ അകത്ത് മൈനർ ആയിട്ടുള്ള ഓർഗാനിസംസിനും പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സീറോ ടൈപ്സ് 3 to 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാർജ് ആൻഡ് സാക്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റുകളാണ് കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലാണ് കണ്ടുപിടിച്ചത്. ഷിജല്ല ഡിസെൻട്രിയെ സീറോ ടൈപ്സ് 3 to 7 ലാർജ് ആൻഡ് സാക്സ് ആണ്. അതിന് ഈ സീറോ ടൈപ്സ് 3 to 7 പറയുന്ന പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ആൻഡ് സാക്സ് ഗ്രൂപ്പ്സ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവിടുന്നാണ്, ഇന്ത്യ എന്നാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഷിജല്ല ഫ്ലക്സിനറി, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രൂപ്പ് ബി. ഇതിന് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ 1900 ഫ്ലക്സ്നർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടുന്ന് ഫിലിപ്പീൻസ് എന്നാണ് ഇത് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ മാനിറ്റോൾ ഫെർമെന്റിംഗ് ഷിജല്ല ആയിരുന്നു. ഷിജല്ല ഫ്ലക്സിനറി മാനിറ്റോൾ ഫെർമെന്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1900 ഇൻ ഫിലിപ്പീൻസ് ബൈ ഫ്ലക്സ്നർ. ഓക്കെ, ഇതിന്റെ ഫ്ലക്സിനർ നോക്കിയ സമയത്ത്
ഇതിനെ 6 ഡിഫറെന്റ് സീറോ ടൈപ്സ് ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1 to 6 എന്ന് പറഞ്ഞിട്ടുള്ള 6 ഡിഫറെന്റ് സീറോ ടൈപ്സ് ഉണ്ട്. ദെൻ ആ സീറോ ടൈപ്സിനെ വീണ്ടും സബ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 1 1A 1B then 2A 2B അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വീണ്ടും അതിനെ സബ് ടൈപ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷിജല ഫ്ലക്സിനറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബയോകെമിക്കലി ഹെട്രോജീനസ് ആയിരിക്കും, പക്ഷെ ആന്റിജനിക്കലി മോസ്റ്റ് കോംപ്ലക്സ് ഷിജല ആയിരിക്കും. ആന്റിജനിക് സ്ട്രക്ചർ വളരെ കോംപ്ലക്സ് ആയിരിക്കും ഷിജല ഫ്ലക്സിനറിനെ. ഇതിന് 2 വേരിയൻസ് കാണപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് X and Y എന്നുള്ള രീതിയിൽ 2 വേരിയൻസ് കാണപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിന് എന്തുണ്ടാവില്ല, ദ ലാക്ക് ടൈപ്പ് സ്പെസിഫിക് ആന്റിജൻ ഇതിന് ഉണ്ടാവത്തില്ല. ദെൻ ഷിജല ബോഡി ഗ്രൂപ്പ് സി, ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഷിജല ബോഡി ഇതിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യ എന്നാണ്. ഇതിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബൈ ദ സയന്റിസ്റ്റ് ബോയ്ഡ് in 1931. അതുകൊണ്ടാണ് ഇതിനെ ഷിജല ബോഡി എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ വീണ്ടും 19 സീറോ ടൈപ്സ് ഇതിനുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോകെമിക്കലി റിസംബ്ലസ് ഷിജല ഫ്ലക്സിനറി ആണ്, ബട്ട് നോട്ട് ആന്റിജനിക്കലി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്നാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ലീസ്റ്റ് ഫ്രീക്വന്റ് ഫോം ഓഫ് ബാസിലറി ഡിസെൻട്രി ആണ്. ബാസിലറി ഡിസെൻട്രി കോസ് ചെയ്യുന്ന ഷിജലതാത്തി വരുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ ഷിജല ബോഡി കോസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് എടുത്ത ഷിജല സോണി, ഇതിന്റെ ഗ്രൂപ്പ് ഡി എന്നാണ് പറയുന്നത്. ഇതിനെ ഫസ്റ്റ് കണ്ടുപിടിച്ചത് ഡെൻമാർക്ക് in 1915 സോണി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇതിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ ലാക്ടോസ് ആൻഡ് സുക്രോസ് ഫെർമെന്റ് ലേറ്റ്. ദാറ്റ് ഈസ് ദേ ആർ ലേറ്റ് ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആൻഡ് ലേറ്റ് സുക്രോസ് ഫെർമെന്റേഴ്സ് ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൽഡസ്റ്റ് ഫോം ഓഫ് ബാസിലറി ഡിസെൻട്രി ആയിരിക്കും ഇത് മെയിൻ ആയിട്ട് കോസ് ചെയ്തത്. അതേ സമയത്ത് ഇത് അഡ്വാൻസ്ഡ് കൺട്രീസിലൊക്കെ എന്തായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഷിജലോസിസ് ഏറ്റവും കൂടുതൽ കോസ് ചെയ്യുന്നത് ഇത് ഷിജല സോണി ആയിരിക്കും. ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 ഫോംസ് കാണപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് phase 1 ആൻഡ് phase 2 എന്നുള്ള രീതിയിൽ കാണപ്പെടുന്നുണ്ട്. ഈ phase 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൂത്ത് കോളനീസ് ആയിരിക്കും. ദെൻ phase 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ഇറഗുലർ ഫ്ലാറ്റൻ കോളനീസ് ആയിരിക്കും കാണപ്പെടുക. ഇത്രയാണ് ഷിജലയുടെ ഫസ്റ്റ് വീഡിയോയിൽ വരുന്നത്. ഓക്കെ.